രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തും. രാഷ്ട്രപതി 10:30 മണിയോടെ പത്തനംതിട്ട പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് തിരിക്കും. അവിടെ നിന്നാണ് കെട്ടുനിറയ്ക്കുക. തിരുവനന്തപുരം ആർ ശ്രീജിത്തും പത്തനംതിട്ടയിൽ നേവി ജയശങ്കറും തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീജിത്ത്, ഇന്ന് രാഷ്ട്രപതി രാജ്ഭവനിലാണ് ഇപ്പോഴുള്ളതെന്നറിയാം. വിവരങ്ങൾ. എസ് ഗുഡ് മോർണിംഗ്. എനിക്ക് പിന്നിൽ കാണുന്ന രാജ്ഭവനിലാണ് ഇപ്പോൾ ദ്രൗപദി മുർമു രാഷ്ട്രപതി ഉള്ളത്. കൃത്യം 7:25 തന്നെ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം ഹെലിപ്പാഡിലേക്ക് പോകും. ഹെലിപ്പാഡ് തിരുവനന്തപുരം വിമാനത്താവളത്തിനോട് ചേർന്നുള്ള വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലാണ് ഉള്ളത്. അവിടെയാണ് ഹെലികോപ്റ്റർ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കൃത്യം 8 മണിക്ക് തന്നെ ഹെലികോപ്റ്റർ പുറപ്പെടും. രാവിലെ 9 മണിയോടെ പത്തനംതിട്ട ജില്ലയിലെ പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന തരത്തിലുള്ള യാത്രാ പരിപാടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി അനുഗമിക്കുന്ന മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ദേവസ്വം മന്ത്രി VN വാസവൻ ഇപ്പോൾ രാജ്ഭവനിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. VIP രാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ ഒരു മന്ത്രിയെ രാഷ്ട്രപതിക്കൊപ്പം നിയോഗിക്കാറുണ്ട്. അതിനെ പറയുന്നത് മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നാണ്. ഈ തവണത്തെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആയി പങ്കെടുക്കുന്നത് ദേവസ്വം മന്ത്രി VN വാസവനാണ്. VN വാസവൻ ഈ മോട്ടോർകേഡിൻ്റെ ഭാഗമായി വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കൃത്യം 7:25 തന്നെ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കവടിയാർ രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകും. അവിടെ നിന്ന് കൃത്യം 8 മണിക്കായിരിക്കും പ്രമാടത്തേക്കുള്ള ഹെലികോപ്റ്റർ യാത്ര തിരിക്കുന്നത്. 9 മണിക്ക് ഹെലികോപ്റ്റർ പ്രമാടത്തിറങ്ങുകയും അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. പമ്പയിൽ നിന്നായിരിക്കും രാഷ്ട്രപതി കെട്ടിനിറയ്ക്കുക. 11:50 രാഷ്ട്രപതിക്ക് ശബരിമല സന്നിധാനത്ത് ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. രാജ്ഭവനിലേക്കുള്ള എല്ലാ റോഡുകളും ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരിക്കുന്നു. രാജ്ഭവനിൽ നിന്ന് ചാക്ക വരെയുള്ള എല്ലാ പ്രധാന പാത ആ വഴിയാണ് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നത്. അവിടേക്കുള്ള എല്ലാ പാതകളും കടന്നു വരുന്ന പാതകളെല്ലാം ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരിക്കുന്നു. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ തലസ്ഥാന നഗരം. ഇപ്പോൾ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം പോലീസിൻ്റെ സുരക്ഷാ നിരീക്ഷണത്തിലാണ്. എന്തായാലും അധികമായി തന്നെ പോലീസിനെ വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. കൃത്യം 7:25 രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം രാജ്ഭവനിൽ നിന്ന് പുറപ്പെടും. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വലിയ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ശബരിമല. വി ജയശങ്കർ കൂടി നമുക്കൊപ്പം പത്തനംതിട്ടയിൽ ചേരുന്നു. ജയശങ്കർ, എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച്? ഗുഡ് മോർണിംഗ് SKN. കൃത്യം 9 മണിക്ക് തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രമാടത്തെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങും. അതിനുശേഷം റോഡ് മാർഗമായിരിക്കും പമ്പയിലേക്ക് രാഷ്ട്രപതി നീങ്ങുക. ആദ്യഘട്ടത്തിൽ നിലയ്ക്കലിലെ ഹെലിപാഡിൽ ഇറങ്ങി പമ്പയിലേക്ക് പോകാനായിരുന്നു ക്രമീകരണങ്ങൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ മോശമായതിനാൽ ഈ നിലയ്ക്കലിലെ ഹെലിപാഡിൽ വലിയ തോതിലുള്ള മൂടൽമഞ്ഞിൻ്റെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ മൂവ്മെൻറ്റ് ഈ പ്രമാടത്തേക്ക് മാറ്റുന്ന തലത്തിലേക്ക് ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയത്. ഇവിടെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. NSG കമാൻഡോസ് ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി 9 മണിയോടെ ഇവിടെ ഇറങ്ങുകയും റോഡ് മാർഗം 75 കിലോമീറ്ററോളം സഞ്ചരിച്ച് 1.5 മണിക്കൂർ കൊണ്ട് പമ്പയിലെത്തുന്ന തരത്തിലാണ് നിലവിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയാണ് അവധിയുടെ കാരണമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്നുമായി ജില്ലയിൽ പൊതുവിൽ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് മഴ കുറവായിരുന്നു. രാഷ്ട്രപതിയുടെ സന്ദർശനം കൂടി കണക്കിലെടുത്ത് നഗരത്തിലെ ഉൾപ്പെടെ തിരക്ക് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അവധി എന്നൊരു ആക്ഷേപം പൊതുവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രപതിയുടെ വരവ് പ്രമാണിച്ച് കനത്ത സുരക്ഷയുണ്ട്. പമ്പയിൽ 11:30 പമ്പയിലെത്തുന്ന രാഷ്ട്രപതി പ്രത്യേക ഗൂർഖ ജീപ്പിൽ, ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക ഗൂർഖ ജീപ്പിൽ മല കയറും. 5 വാഹനങ്ങളാണ് രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടാകുക. 12 മണിയോടുകൂടി സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി ഉച്ചപൂജ സമയത്ത് ദർശനം നടത്തും. അതിനുശേഷം സന്നിധാനത്തെ ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും. 3 മണിയോടുകൂടി തിരിച്ചിറക്കുന്ന രാഷ്ട്രപതി ഈ പ്രമാടം വഴി തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. വൈകുന്നേരം കാലാവസ്ഥ അനുകൂലമെങ്കിൽ നിലയ്ക്കലിലെ ഹെലിപ്പാഡ് വഴി തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ആലോചനയുണ്ട്. എന്തായാലും രാഷ്ട്രപതിയുടെ വരവിന് വേണ്ടി പത്തനംതിട്ട ഒരുങ്ങിക്കഴിഞ്ഞു, സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും പൂർത്തിയായി. 1000-ലധികം
അധികം പോലീസുകാരെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾക്കുൾപ്പെടെ രാഷ്ട്രപതിയുടെ വരവ് ഇല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ മൂവ്മെന്റ് ചിത്രീകരിക്കാൻ നിലവിൽ അനുമതിയില്ല. രാഷ്ട്രപതിയുടെ സ്പെഷ്യൽ ടീമായിരിക്കും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തുക. എന്തായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു 9 മണിയോടുകൂടി എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. റോഡ് മാർഗം 1.5 മണിക്കൂർ എടുത്ത് പമ്പയിലേക്ക് വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതി ഇപ്പോൾ തിരുവനന്തപുരത്തെ കവടിയാറിലുള്ള രാജ്ഭവനിലാണുള്ളത്. രാവിലെ 7:25 രാഷ്ട്രപതി വിമാനത്താവളത്തിലേക്ക് പോകും. അവിടെ നിന്ന് 8 മണിക്ക് ഹെലികോപ്റ്റർ പ്രമാണത്തേക്ക് തിരിക്കും. പമ്പയിലെത്തി അവിടെ ഇരുമുടി കെട്ടി നിറച്ചായിരിക്കും സന്നിധാനത്തേക്ക് പോവുക. കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.